വെൽക്കം ടു ട്രിക്ക് ടീച്ചർ. ട്രിക്ക് ടീച്ചർ നിങ്ങൾക്ക് ഇന്ന് അറബിക്കിൻ്റെ ക്രാഷ് കോഴ്സ്, അറബിക്കിൻ്റെ +2 അറബിക്കിൽ ഫുൾ A+ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ കോഴ്സിൽ പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായത് അറബിയിൽ ന്യൂസ് പേപ്പറിന് എന്താണ് പറയുക? ജറായിദ്. ബ്രോഡ്കാസ്റ്റിങ്ങിന് ഇസാത്ത് എന്ന് പറയും. തിൽഫാസത്ത്, ടെലിവിഷൻ, മജല്ലാത്ത്, മാഗസിൻ, മവാക്കിഹ്, വെബ്സൈറ്റ്, ശബക്കാത്ത്, അൽ വസായിത്ത് അൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്. അൽ ജവാലി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ. ട്രാൻസ്ലേഷനാണ് മറ്റൊന്ന് നൽകിയിരിക്കുന്നത്. ഇതിൽ ട്രാൻസ്ലേഷൻ പേജ് നമ്പർ 95, പുസ്തകത്തിൻ്റെ 95ാമത്തെ പേജിൽ ഇതിൻ്റെ ഇംഗ്ലീഷാണ് നൽകിയിട്ടുള്ളത്. അത് അറബിയിലാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സാമിന് പുസ്തകത്തിലുള്ള പോലെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. ഒരിക്കലും അറബിയിൽ തന്നത് ഇംഗ്ലീഷിലാക്കാനല്ലാതെ ഇംഗ്ലീഷിൽ തന്നത് അറബിയിൽ തന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തരാത്തത് അറബിയിലേക്കാക്കാൻ ഒരിക്കലും ചോദിക്കില്ല. അതിൻ്റെ പേജ് നമ്പർ 95 നമുക്ക് കാണാം. In our classroom there are 50 students. Most of them have different types of hobbies. Some students collect stamps of various nations. Some others have good collections of currencies of different nations. Their hobbies help them learn a lot about those nations. ഇതിൻ്റെ അറബിയാണിത്. في صفنا 50 طالبا ولكثير منهم أنواع مختلفة من الهوايات. يجمع بعض الدارسين الطوابع بلاد الشتى. അതാണ് സ്റ്റാമ്പ്. ട്രാൻസ്ലേഷൻ നോക്കാം. في صفنا 50 طالبا ولكثير منهم مختلفة من الهوايات. يجمع بعض الدارسين الطوابع بلاد الشتى وبعض منهم مجموعة العملات للبلاد المختلفة. هواياتهم تساعدهم للتعلم عن تلك البلاد كثيرا. ഇനി പേജ് ഫാമിലി ഡിവിഷൻ ഓഫ് പേജ് എങ്ങനെയാണ് ഒരു പ്രസംഗം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പ്രസംഗത്തിന് കലിമത്തു തഖാത്തുബ് ഉണ്ടാകും, തഹിയ്യത്ത് ഉണ്ടാകും, മുഖദ്ദിമത്ത് ഉണ്ടാവും, മൗലു ഉണ്ടാവും, തഹ്നിയത്ത് ഉണ്ടാവും, ലഖത്തിമാം ഉണ്ടാവും. കലിമത്തു തഖാത്തുബ് എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ നമ്മൾ നൽകുന്ന സല്യൂട്ടേഷൻസ് ആണ്. തഹിയ്യത്ത് അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. മുഖദ്ദിമത്ത് നമ്മുടെ പോയിന്റ്സ് ആണ്. മൗലൂഹ് വിഷയമാണ്. തഹ്നിയത്ത് എന്ന് വെച്ചാൽ ആശംസയാണ്. ലഖത്തിമാം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കലിമത്തു തഖാത്തുബിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അയ്യുഹൽ അമീദുൽ മുഖദ്റം അസാദിദുൽ കിറാം വസാമിഉൻ അൽ അയ്സ വൽ അസ്തിഖാഉൽ അഹിബ്ബ അസ്സലാമു അലൈക്കും എന്നൊക്കെ ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ തഹിയ്യത്താണ്. ഉഹീകും ജമീഅ അല്ലെങ്കിൽ ഉഹന്നിയുക്കും തഹ്നിയത്തുൽ ഇസ്ലാമി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ മുഖദ്ദിമയാണ്. അന ഫരീഹുൻ ജിദ്ദ അൻ യഹ്സുല തിൽക്കൽ ഫുറസത്തുൽ അളീമതി ലിയഖൂലു ലക കലിമത്തുൻ ഖലീലത്തുൻ ബിമുനാസിബതി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഇനി മൗലു ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബുക്കിലുള്ളത് ഇത്തിഫാഉ അരീഫുൽ മദ്രസ അനസ് അബ്ദുള്ള ജാഹിയാണുള്ളത്. മറ്റ് ക്വസ്റ്റ്യനുകൾ തരുന്ന വിഷയം ഇതായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. തഹ്നിയത്ത് വഫി ഹാദിഹിൽ ഫുർസ വന്യുഹു വമദ്രസതുഹു വമുദരിസുഹു ലി ഹാദിൻ നിജാഹ് ഒക്കെ പറയാം. ഇഖ്തിമാം അഖ്തദിമു കലാമി ഹദാ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉപയോഗിച്ചാൽ മതി. റിസാലത്തു ഫി ഖൗലി താരിഖ് ബിൻ സിയാദിൻ്റെ റിസാലത്താണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. പേജ് 86 I have a friend whose name is George. ഓക്കെ, 86 നമുക്ക് നോക്കിയാൽ കാണാം. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒരിക്കൽ കൂടി നോക്കാം. I have a friend whose name is George. He didn't learn Arabic at all, but now he wants to visit his mother in Gulf, where she is working as a nurse at government central hospital in Kuwait. So he told me, my dear friend, I am very sorry I didn't learn Arabic yet. I want to visit Kuwait. Could I learn it in a short period? Whether it is an easy language or difficult? I said to him, my dear, don't worry. It is a simple language. I will help you. നമ്മുടെ പേജ് 82 പുസ്തകത്താളിലെ 82ലാണ് പഠിക്കുന്നത്. ഓക്കെ, 82 നമുക്ക് കാണാം. ലി സ്വദീഖുൻ ഇസ്മുഹു ജോർജ് വഹുവ ലം യദ്റുസ് അൽ അറബിയ്യത ഖത്ത് ലകിന്നഹു അലാന യുരീദു അൻ യദൂറ ഉമ്മുഹു ഫിൽ ഖലീജ് ഹൈസു തഅമലു മുബദ്ദിറതൻ ഫിൽ മുസ്തശ്ഫ അൽ മർകസിയ്യത്തിൽ ഹുകൂമിയ്യ ഫി ദൗലത്തി കുവൈത്ത്. ഇസാ ഖാല ലി യാ സ്വദീഖി അല്ലദീ അന ആസിഫ് ജിദ്ദ ലം അദ്റുസ് അൽ അറബിയ്യത ഹത്താ
أريد زيارة الكويت هل تساعدني على التعلم اللغة العربية هل أستطيع أن أدرسها في وقت قصير هل هي لغة سهلة أم صعبة قلت له يا حبيبي لا تخف إنها أيسر اللغات أنا أساعدك അതിൻ്റെ തർജ്ജമ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷനാണ് ഞങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇനി ദിആയാത്ത് അഡ്വർടൈസ്മെൻ്റ് ആണ്. ദിആയാത്തിൽ നമുക്കറിയാം ദിആയാത്തും തദഖൈനു യുസബ്ബിബു അസ്സർത്താൻ പുകവലി ക്യാൻസറിന് കാരണമാകുന്നു. അൽ ഖംറ മിഫ്താഹു കുല്ലു ഷർറിൻ എന്നാണ് ഷെയ്ഖിൻ എന്നല്ല ഷർറിൻ എല്ലാ പ്രശ്നങ്ങളുടെയും താക്കോലാണ് കള്ളുകുടി. അൽ മുഖദ്ദിറാത്തു തജല്ലിബു അൽ ഫിഖ്റ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്തിലേക്ക് എത്തിക്കുന്നു? ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നു. ഖുതഫാത്ത് സ്ലോഗൻസ് ആണ്. ദിആയാത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ഖുതഫാത്ത് സ്ലോഗൻസ് ആണ്. സ്ലോഗൻസ് എന്ന് പറഞ്ഞാൽ ഇജ്തനിബു അൽ ഖംറ വൽ മുഖദ്ദിറാത്ത് നിങ്ങൾ കള്ളും ലഹരി വസ്തുക്കളും ഉപേക്ഷിക്കുക. ഇഹ്ഫസ് സഹ്ഹതുക ദാഇമ നിത്യവും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആരോഗ്യത്തിൽ സൂക്ഷിക്കുക. ഉത്റുകു അത്തദഖൈന വത്തബ നിങ്ങൾ എന്ത് ചെയ്യുക? പുകവലിയെയും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളെയും ഉപേക്ഷിക്കുക. കഫാലത്തുൽ ഐതാം ഇവർ കുറിപ്പ് നൽകിയിരിക്കുകയാണ്. നമ്മുടെ പുസ്തകത്തിൽ സൂചിപ്പിച്ചത് പ്രകാരം യതീമീങ്ങളെ സംരക്ഷിക്കൽ എന്ന വിഷയത്തിനെ കുറിച്ചൊരു കുറിപ്പ്. അവരാണ് അല്ലാഹു തആല അയ്യു കഫിൽ അൽ ഐതാം വൽ ഇഹ്സാൻ നമ്മോട് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ യതീമകളെ നല്ലതായി വർത്തിക്കുക. വജഅലു ഖുർബത്തുൻ മിൻ അഅ്ളമിൽ ഖുർബാത്ത് വഇതബറഹു നൗഅൻ മിനൽ بره وبشر الرسول الله صلى الله عليه وسلم أنا وقافا لليتامى بأنهم رقاؤه في الجنة كذلك يعتني بالمحبة ولا يأخذ من ماله شيئا إلا بالإحسان والإنفاق منه على ما يصلح معاشه ومعاده. قال الله تعالى في القرآن الكريم ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده لا تقربوا مال اليتيم إذا وليتم أمره أو علمتم به واللبوسات وليه أوصية إلا بالطريقة التي هي أحسن بحفظ ماله وماله ومن عنده مال اليتيم الذي في كفالته ورعايته فعليه أن يتصرف ماله في وجه الخير وتنميته وتسميره وإذا بلغ حمله ورشده يجب أن يرد أمواله كله إليه. യതീമിൻ്റെ പണം അത് ഒരിക്കലും അപഹരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഖുർആനിൻ്റെ ചില സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ യതീമിൻ്റെ മാൽ ഒരിക്കലും ഒരുമിച്ച് കൂട്ടാൻ പാടില്ല. അതിൽ നിന്നൊരു തുള്ളി പോലും ഒരു കഷ്ണം പോലും നമുക്ക് എടുക്കാൻ അനുവദനീയമല്ല. അത് അവൻ പ്രായപൂർത്തിയാൽ അവന് തിരിച്ചു നൽകണം എന്നുള്ള ഒട്ടനേകം കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ പറയുന്നത്. പേജ് നമ്പർ 18 ഒരു ട്രാൻസ്ലേഷൻ ടു അറബിക്കാണ്. ആദ്യം നമുക്ക് നോക്കാം. Jawaharlal Nehru was born on November 14, 1889 at Allahabad. His birthday is celebrated as Children's Day. It is a national festival of India. Special programs and competitions are organized in schools in connection with this day. It was Nehru who fulfilled a long tradition of providing free education to children. ഇതിൻ്റെ അറബിക്കാണ്. ഉലിദ അസയ്യിദ് ജവഹർലാൽ നെഹ്റു ഫി നവംബർ 14 നവംബർ 1889 മിലാദിയ ബി അലഹബാദ്. يحتفل يوم ميلاده عيد الأطفال وهي احتفال وطني للهند تنظم برامج خاصة برامج പരിപാടികൾ خاصة സ്പെഷ്യൽ ومسابقات മത്സരങ്ങൾ في المدارس بمناسبة هذا اليوم. നെഹ്റു هو الذي حقق ചെറിയത് ഹുൽമൻ ഡ്രീം തൊവീല നീണ്ട അൽ അമദ ഷോർട്ടായി ടേമാണ് ലിതസ്വീദി താലീമി അൽ മദാനി ലിൽ അതുഫാൽ താലീം മജ്ജാനി എന്നാണ്. ഇവിടെ തെറ്റാണ്, മദാനി എന്നാണത്. മജ്ജാനി ഫ്രീ തസ്വീദ് താലീമിൽ മജ്ജാനി ലിൽ അതുഫാൽ ഫ്രീ എഡ്യൂക്കേഷൻ ടു ആർക്ക് ലിൽ അതുഫാൽ. ഹിജറത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഇലൽ മദീന ലമ്മ ഇസ്തദ്ദ അസ അഹ്ലു മക്ക ലിൽ മുസ്ലിമീന അസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഹിജറത്തി മിൻ മക്കത്തി ഇലൽ മദീനത്തിൽ മുനവ്വറ فأرادوا أبو سلمة أن يحجر معهم بالأسرة أيضا ولكن إن زابهم جاهلهم ومنعهم من هجرتهم ورجال بنو معيرة منعوا أبو سلمة من سيره بها إلى المدينة وحبسوها وذهبوا بها إلى بلدهم وكذلك ضاعت منها ولدها سلمة في تلك الحداثة وفر أبو سلمة وحيدا إلى المدينة وصارت أم سلمة باقية في بيتها فتذهب كل يوم إلى المكان الذي وقعت هذه الحداثة
وتقضي هناك حتى رباه وترجع في المساء. يوما تكلم رجل من بني أمه بسرتها وأذنت لها طالب زوجها وخرجت ولقيت عثمان بن طلحة وذهب بها إلى المدينة طالبة زوجها من قرية بني عمرو بن عوف. ഭാരതത്തിൻ്റെ രത്ന ചുരുക്കം തന്നെയാണിത്. പേജ് 60 ട്രാൻസ്ലേഷൻ ടു ഇംഗ്ലീഷാണ്. അതിൽ യൗമൻ അർസല വാലിദു സയ്യിദ് അഖാഹു ഇല സൂഖി ഖായില ഉരീദു ബഅദുൽ ഖൽറവാതി മിനൽ സൂഖി വഅതാഹു മിഅ റുബിയ. خرج الأخ إلى موقف الحافلة انتظر الحافلة قليلا فجاء صديقه راجا في سيارة وهو أيضا يروح إلى المدينة فركب أخوه زيد في السيارة ورجع بأداء شراء الخضروات إلى البيت. One day Zayd's father sent his brother to market saying to him, I want some vegetables from the market, and gave him 100 rupees. Okay. The brother went out to the bus stop and waited for bus for a while. Then his friend Rajan reached there in a car. He was also going to the town. Zayd's brother boarded the car and they came back home after purchasing vegetables. ഇതിൻ്റെ അറബിക്ക് നൽകിയിരിക്കുന്ന 60ാമത്തെ പേജിലാണ്. നിങ്ങൾ തന്നെ വായിക്കുക, എന്നിട്ട് പഠിക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാ തലുംനി ഇബ്രാഹിം ദമൂസിൻ്റെ കവിതയാണ്. ബുഷായർ ലിൽ അറബിയ. കാന ശായിർ حليم إبراهيم دموس محبا للغة العربية كثيرا ويعبر في هذا المنظومة حبه وبلاه تجاه اللغة العربية. ويقول الشاعر إن اللغة العربية هي حبيبته وعاشقته الوحيدة لا يستطيع أن يفارقها أبدا ولا يصيبه أي لومة لائما في محبتها ولا يحب ولا يرتضي سوى اللغة العربية وينفق كل شيء لنمو اللغة وحمايتها. يظهر حبه في هذا الشعر قد علم في نفسه وتجري اللغة في مجرى الدم في بدنه وهو يقول كل ما اكتسب في حياته من العلوم هذا كلها من الفنون بواسطة لغته ويقول إن هذه من التراث آبائه وأجداده وإن الله تبارك وتعالى قد رفع مكانه ومرتبتها وهو يحرض أبناء جبله ومعافريه أن يقوموا بإعادة مجدها واسترداد عزتها وأخيرا يسرها أنه ليس في الدنيا أحد خفر بمحبة اللغة. നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. പേജ് നമ്പർ 55 ട്രാൻസ്ലേഷൻ ടു അറബിക്. ഇംഗ്ലീഷ് പാഠത്തിൽ നൽകിയിരിക്കുന്നു. അതിൻ്റെ ട്രാൻസ്ലേഷനാണ്. അൽ അറബിയ്യത്തു മിൻ ഇഹ്ദാ അൽ-ലുആത്തിൽ وهي اللغة الأم لأكثر من 100 مليون نسمة في العالم وهي إحدى اللغات الرسمية للأمم المتحدة. هناك تسهيلات ومنح دراسية لتعليم اللغة العربية في جميع أنحاء العالم وهي لغة سهلة بسيطة للتعلم وهي لغة القرآن الكريم. هناك فرص وظائف كثيرة للدارسية اللغة العربية. Thank you for watching this video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2ാം ഭാഗവും നിങ്ങൾക്കിതിന് പിന്നാലെ തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് +2 അറബിക്കിൽ ഫുൾ മാർക്ക് മേടിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.